നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റീഡിങ് ഇന്ന് വ്യാഴാഴ്ചയല്ലേ, പെസഹ വ്യാഴമാണെന്നല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് അതല്ല, ഞാനിങ്ങനെ സന്ദർഭവശാലെന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ്, ഈ അവസ്ഥ നിങ്ങളിപ്പോൾ എന്ത് അവസ്ഥയിലാണോ, ഈ അവസ്ഥ മാറാനായിട്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നു, ഇതിൻ്റെ റീഡിങ് എടുക്കണമെന്ന്. അപ്പോൾ അവസ്ഥ മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനൊരു ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താലേ നമുക്ക് റീഡിംഗ് എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചോദ്യത്തിൻ്റെ റീഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ പാക്കേജ് റീഡിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അവസ്ഥ മാറാൻ ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഒരു ഗൈഡൻസും. അപ്പോൾ അത് നിങ്ങളുടെ ഓവറോൾ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് നമുക്ക് നോക്കേണ്ടത്. അത് കഴിഞ്ഞ് എന്താണ് നിങ്ങളുടെ അവസ്ഥ അത് നോക്കും. പിന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യെസ് ആണ് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നോ ആണ് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നത്. പിന്നെ ഫൈനലി ഒരു ഗൈഡൻസും യൂണിവേഴ്സും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമുക്ക് സ്പിരിച്വലായതും ഭൗതികവുമായ ഓറക്കൽ മെസ്സേജസ് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ആദ്യം നമുക്ക് സ്പിരിച്വൽ ഓറക്കൽ മെസ്സേജസ് നോക്കാം. ശിവ ഓറക്കിൾസ് ആണിത്. നോക്കാം നമുക്ക്. ഒരു കാർഡാണ് ഇവിടെ മറിഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാർഡ് പറയുന്നത് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നു, പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും. പുതിയ കാര്യങ്ങളോട് അവിടെ ചെയ്ത് നോക്കാനൊക്കെ നമുക്ക് ചിലർ വളരെ സംശയദൃഷ്ടിയോടെ പുതിയ കാര്യങ്ങൾ, പെട്ടെന്ന് കയറി വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലർ വളരെ എക്സൈറ്റഡ് ആയിട്ട് എടുത്തു ചാടും. അപ്പോൾ നിങ്ങൾ ആരായാലും ഇതിനകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്, പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുകയാണ്, പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ, പുതിയ സഹായങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ അതിൽ ഇടപെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ കാർഡ്. ഇനി ജിപ്സി ഓറക്കൽ മെസ്സേജസ് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ലവാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ലവ് അഫെയർ, ഒരു ലവ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. വേറെ എന്താണുള്ളത്? വൈഫും കുഞ്ഞും. അത് വിവാഹത്തിൽ കലാശിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു ഹാപ്പി സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിയർഫുൾനെസ് ആണ് അവസാനം വന്നത്. അപ്പോൾ
ഇപ്പോൾ ഈ സിറ്റുവേഷൻ ലവ് നിന്ന് ഡെവലപ്പ് ചെയ്ത് അതൊരു മാരേജിലേക്ക് പോയി, മാരേജിൽ നിന്ന് അത് ഹാപ്പിനെസ്സിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്, 3 ഓഫ് കപ്സ് ആണ്, ഫ്രണ്ട്ഷിപ്പാണ്. ഇത് 3 വരുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാമതൊരാൾ ഒരു സിറ്റുവേഷനിൽ കയറിയ പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ കാർഡ് ജനറലി ഒരു ഹാപ്പി കാർഡായിട്ടാണ് എടുക്കുക. 3 പേരാണ്, സന്തോഷമാണ്. അപ്പോൾ ഇത് 3 എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് വരും. 2 പേരാണെങ്കിൽ ലവേഴ്സ് ആവും, 3 പേരാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ഇവിടെ ഹാപ്പി, ഒരു നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇപ്പോൾ വലിയ അല്ലലില്ല എന്നാണ് പറയുന്നത്. എന്താണ് പ്രശ്നം? അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലലില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നതാണോ? സ്റ്റക്കായി പോയതാണോ നിങ്ങൾ? അതോ അല്ലലില്ലാതെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മൂന്നാമതൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വരികയാണോ ചെയ്തത്? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ കൂടെയുള്ള ആരിലോ നിങ്ങൾക്ക് വിശ്വസിച്ചിരുന്ന ഒരാൾ നിങ്ങൾക്ക് പണി തരുന്നുണ്ടോ? എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ വീഞ്ഞാണുള്ളത്. അപ്പോൾ ഒരു കുറച്ച് വഴിവിട്ട ഒരു ആഹ്ലാദം കൂടിയാണിത്. മനസ്സിലായോ? നമുക്ക് നോക്കാം, ഇന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ മജിഷ്യനെ കാണിക്കുന്നുണ്ട്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരനാണ്, മാനിപ്പുലേറ്ററാണ്. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന ഒരു എനർജിയാണ് കൺകെട്ട് വിദ്യക്കാരൻ, മജിഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിന്ന് തന്നെ ഏതോ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് പണി തരുന്നുണ്ട്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറ്റത്തില് സംസാരിച്ച് നിങ്ങൾക്ക് പണി തരുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളെക്കുറിച്ച് റൂമർ സ്പ്രെഡ് ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വിതരുന്ന ഒരു എനർജി. അപ്പം നിങ്ങൾക്ക് ആരോ ഒരാൾ നിങ്ങൾക്ക് പണി തരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതാരാണ്, ഏത് ഫ്രണ്ടാണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല. അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണുന്നത്. കാരണം കുറേ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. ചില സമയത്ത് നമ്മൾക്ക് ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കുന്നവർക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കുന്നവർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടം ചവറ് പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ അവരെ വിശ്വസിച്ചാൽ തന്നെ അവർ ശരിക്കും വിശ്വാസയോഗ്യരാണോ എന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ അധികം അങ്ങോട്ട് കാര്യങ്ങൾ തുറന്ന് പറയുകയുമില്ല. അത് ചില സമയത്ത് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയും. പക്ഷേ അതൊക്കെ അക്വൈൻറ്റൻസസും അതല്ലെങ്കിൽ കൊളീഗ്സുമാണ്, ക്ലാസ്മേറ്റ്സ് ആണ്. മനസ്സിലായി? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉപരിയാണ്. നമ്മളെപ്പോഴും ഫ്രണ്ട്ഷിപ്പിനെ മറ്റ് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കാണും. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്തായാലും ഇവിടെ ജെമിനായി മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ആയിട്ട്. അങ്ങനെയാണ് എന്താണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ആ 3 ഓഫ് കപ്സ് കണ്ടോ, അത് റിവേഴ്സാണ് വന്നത്. അതിനർത്ഥം ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. ഓക്കെ, ആരോ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയും കാണിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാം. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആരുടെ ലൈഫിലും ആവശ്യമില്ലാതെ കടന്നു കയറി ഇടപെടും. അവരുടെ ബോയ് ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് റിലേഷൻഷിപ്പ് കുളമാകും. അവരുടെ ബോയ് ഫ്രണ്ട്സായിട്ട് ഇവൾക്ക് ആരും അധികാരം കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള മറ്റു ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന മട്ടിൽ ആ റിലേഷൻഷിപ്പ് എല്ലാം പൊളിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. നമ്മൾ മാക്സിമം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അവരുടെ കാര്യത്തിൽ അവർക്ക് വേണ്ടി അഭിപ്രായം പറയുകയോ വേണ്ട. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കയറി അവരുടെ ലൈഫിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവരാവശ്യപ്പെടാത്ത അത്രയും കാലം നമ്മൾ ഇടപെടാനേ പാടില്ല. ഓക്കെ, എന്തായാലും 3 കാർഡ്സാണ് നമുക്ക്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഗാധമായ ഫ്രണ്ട്ഷിപ്പുള്ള, നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആരുമില്ല. നിങ്ങൾ എല്ലാവരെയും ഫ്രണ്ട്സായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു സംശയം, നിങ്ങളുടെ ശരിക്കുമുള്ള ഫ്രണ്ട്സ് ആണോ ഇവരെ വിശ്വസിക്കാമോ? അപ്പോൾ നിങ്ങൾ എന്നാലും ഇവരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. കാരണം തമ്മിൽ ഭേദം തോമ്മൻ, ആരുമില്ല പെർഫെക്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ 100% വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 99% പോലും വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കില്ല. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് പറയുമ്പോൾ, പക്ഷെ ആരുമില്ല ആത്മാർത്ഥതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇയാളെ ഉപേക്ഷിച്ചിട്ട് മറ്റേയാളോട് കൂട്ടുകൂടാമെന്ന് വിചാരിക്കുമ്പോൾ അവരും ഇതിനെ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആരെ ഉപേക്ഷിക്കണം എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ
ഓവർ കമ്മിറ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടാവും, അവർ നിങ്ങളിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. കാരണം പൈസ കിട്ടിയില്ലെങ്കിലോ, അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം വരും. അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പൈസ വേണമെന്ന് പറഞ്ഞാൽ എന്താവും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓവർ കമ്മിറ്റഡ് ആണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പാണിത്. അപ്പോൾ നിങ്ങളെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് ഫണ്ണി ആയിട്ട് എടുക്കുമായിരുന്നെങ്കിൽ അവർ ഭയങ്കര നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഇവർ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇവർ ശരിക്കും നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നില്ല ഒരിക്കലും. എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അപ്പം മുങ്ങുന്ന, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്ന, ഒരു തുറന്ന് പറയും ഇല്ലയെന്ന്. നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടപ്പോൾ ഇവർ ഒരു കൂസലും ഇല്ലാതെ അയ്യോ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയുന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? നിങ്ങൾ ശരിക്കും മുതലെടുത്തിട്ടുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഫ്രണ്ട്ഷിപ്പിനെ തിരിച്ചറിയുന്ന നിങ്ങൾ, ഫ്രണ്ട്സിൻ്റെ സ്വഭാവങ്ങൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെയും 3 ഓഫ് കപ്സ് വന്നേക്കുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ആവുന്ന ഇഷ്ടമല്ല. നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ചോദ്യം ചെയ്യാറില്ല. അവർ പറയുന്നതിനപ്പുറം അവർ പറയുന്ന കാര്യത്തിന് അവരെന്താണോ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയാറില്ല. എന്ന് വെച്ചാൽ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ട് എല്ലാവരുടെയും താളത്തിനൊത്ത് തുള്ളുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരാളോട് നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടാവും. അല്ലെ, നിങ്ങൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവും. പിന്നെ നിങ്ങൾക്ക് അത് കുറ്റബോധമായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാത്തതെന്നാണ് പറയുന്നത്. പിന്നെ ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് തന്നെ ഇവിടെ അപ്രൈറ്റ് വന്നേക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കണം മറ്റുള്ളവരുമായിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇവിടെ കാണിക്കുന്നത് ഒരു സ്റ്റാൻഡ് എടുക്കണമെന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് ഈ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളെ മുതലെടുക്കുന്ന, നിങ്ങൾക്കൊരു ഗുണവും ഇല്ലാത്ത ഈ ഫ്രണ്ട്ഷിപ്പുകൾ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു സ്റ്റാൻഡ് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മളൊരു കാര്യത്തിനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അത് നമ്മൾക്ക് ഇമോഷണൽ സ്ട്രെസ് തരും, പ്രത്യേകിച്ച് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ അവിടെയും മീൻസ് അവിടെ ഇവിടെ ഇല്ലാതെ പതുക്കെ ഒന്ന് ആ ഒരു ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഡിസിഷൻ എടുക്കാതിരിക്കുകയാണ്. ഡിസിഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഡിസിഷൻ നിങ്ങൾ മാക്സിമം ഡിലേ ചെയ്യുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മേ ബി നിങ്ങൾ ശരിക്കും ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? കുറേ കോൺസിക്വൻസസ് ഉണ്ട്. അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കയറി ഇൻവോൾവ് ആവാൻ, നിങ്ങളുടെ ഫൈറ്റ്സ് എപ്പോഴും മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ പറയുന്നതാണ് നിങ്ങൾക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ പൊതുവേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മടിയുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേ ബി വേണമെങ്കിൽ ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പോലും നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെയാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പണി വരുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം കേട്ടോ. ആകെ കൂടെ മെഴുകിയ പോലെ അല്ലേ, ഒരു കാഴ്ച എല്ലാം കൂടെ തലകുത്തി വീഴാൻ പോയത് കണ്ടോ, അങ്ങോട്ട് ഒഴുകിപ്പോയി.
നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. നിങ്ങൾ അതിനാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് ചോദിക്കാം. യൂണിവേഴ്സ് പറയുന്ന ഈ സിറ്റുവേഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഓഫർ തന്നാലും നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യും. മനസ്സിലായി? നിങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന് മീൻസ് പറഞ്ഞുകൊണ്ടിരിക്കാനാ. ചിലർ ക്രിബേഴ്സാണ്. പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്കറിയാം. അവർ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിലാണ് അവർക്ക് എൻജോയ്മെൻറ്റ്. അതുപോലെ തന്നെ വിക്ടിം മെൻറ്റാലിറ്റിയാണത്. എന്നുവെച്ചാൽ പ്രശ്നം, എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഞാനല്ല ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നത്തിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൊല്യൂഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരുമ്പം നിങ്ങളത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഈ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് സമയമാവുമ്പോൾ തന്നെ മാറിക്കോളും, ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. കാരണം നിങ്ങൾക്കൊരു വിക്ടറി വേണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും. മനസ്സിലായി? അത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ തൽക്കാലം ഈ സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് പോകാൻ നോക്കുക. കാരണം നിങ്ങളായിട്ട് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നില്ല എന്നാണ്. നിങ്ങളാണ് എടുക്കേണ്ട ഡിസിഷൻ. അതിനുള്ള സഹായമെല്ലാം യൂണിവേഴ്സ് ഒപ്പിച്ചു തരും. പക്ഷെ ഡിസിഷൻ നിങ്ങളുടെ ആയിരിക്കും. അത് പക്ഷെ നിങ്ങൾ എടുക്കില്ല, നിങ്ങളത് ഇഗ്നോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്, കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്കോർപിയോ ഉണ്ട് ഇവിടെ. ജെമിനി, ഓക്കെ, നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓറക്കിൾ മെസ്സേജ് എന്താണ് പറയുന്നത്? കറക്റ്റായിട്ടുള്ള മെസ്സേജസ് തരണേ. ഓക്കെ, ഇവിടെ 2 കാർഡ്സാണ് തിരിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ചേഞ്ച്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്? ഒരു പുതിയ റിലേഷൻഷിപ്പാണോ, പഴയ റിലേഷൻഷിപ്പ് പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുകയാണോ, അത് ജോലിയാണോ, ഏതാണെങ്കിലും അങ്ങോട്ടുള്ള വഴി, ആ വഴിയിലുള്ള വിഘ്നങ്ങളെല്ലാം ദൈവം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജിപ്സി ഓറക്കിൾസും കൂടെ നമുക്ക് നോക്കാം, എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർച്യൂൺ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാനോ കുറച്ച് പൈസ കിട്ടാനോ ഉള്ള ചാൻസ് ഉണ്ട്. ഇത് ബിസിനസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. പിന്നെ
വൈഫിനെ കാണിക്കുന്നുണ്ട്, വൈഫും കുഞ്ഞും. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സുകാരൻ മെയിലാണ്, ഒരു വൈഫും കുഞ്ഞുമുണ്ട്, പിന്നെ കുറേ പണമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് പൈസ അയച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം. ഇതൊരു കടലാണ്, നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇടയിൽ ഒരു കടൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളും കുഞ്ഞുങ്ങളും ഭാര്യ ദൂരെ എവിടെയോ. അപ്പോൾ ആ ഒരു കടൽ നിങ്ങളുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടുള്ള പൈസയായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നാൾ കിട്ടാതിരുന്ന, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഈ എനർജി എന്താണ്? 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഭയങ്കര ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. എന്തോ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടോ? ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരും അറിയാതെ ഉപേക്ഷിക്കണം. അപ്പോൾ ഇത് വളരെ സീക്രട്ടീവായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനിടയുണ്ടെന്ന കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനാണ്. ആ റിലേഷൻഷിപ്പ് ആരുടെ കൂടെയാണോ റിലേഷൻഷിപ്പ് ഉള്ളത് അവർ പോലും അറിയരുത്. എന്തായാലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ തന്നെ എന്തോ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്ത, നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പോരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, ഇമോഷണലി വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ. ലിയോ സോഡിയാക് സൈൻ ആണത്. ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സോറി, പുറത്താരും ഒന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മളുടെ റീഡിങ് വരെ എത്തുന്നുണ്ട്. റോഡാണ്, അപ്പം ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഭഗവാനെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്കൊരു തിരിച്ചറിവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തിരിച്ചറിവില്ലാത്ത സമയത്താണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പോയി കയറിയത്. ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അൺഹാപ്പി ആയിരുന്നു, പക്ഷേ അതാണ് നിങ്ങളുടെ വിധി, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ യോഗം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവായി, എനിക്ക് ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല ഈ സിറ്റുവേഷനിൽ, എനിക്കൊരു ഗുണവുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈ സിറ്റുവേഷൻ. ചിലപ്പോൾ ഇതൊരു വിവാഹ ജീവിതമായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഒരു ഓഫീസാവാം, ജോലിയാവാം. എന്തായാലും നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് കിടക്കുന്ന പോലെ, ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെ നിങ്ങൾ അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു തിരിച്ചറിവായി, ഞാൻ എന്തിനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം എന്നൊരു ചിന്ത. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തിരുന്ന സഹായം, ഇപ്പം നമ്മൾക്ക് ജോലി എവിടെയും കിട്ടാതെ നമുക്കൊരു കമ്പനി ജോലി തന്നു, മനസ്സിലായോ? അപ്പം നമുക്ക് അവരോടൊരു വിധേയത്വം തോന്നുകയാണ്. ആരും ജോലി തരാതിരുന്ന സമയത്ത് ഇവരാണല്ലോ തന്നത് നമുക്ക് ജോലി. അപ്പോൾ നമ്മൾ അവിടെ വർഷങ്ങളോളം ആ കമ്പനിയിൽ തന്നെ ഒരു വിധേയത്തോടു കൂടി ജീവിക്കുക. അവിടെ നമ്മൾ ഹാപ്പി അല്ല, മാനേജ്മെൻറ്റ് നമ്മളോട് നന്നായിട്ടല്ല പെരുമാറുന്നത്, നമുക്ക് സാലറിയും കൂട്ടിത്തരുന്നില്ല. പക്ഷേ എന്നാലും ഇവരാണല്ലോ എന്നെ സഹായിച്ചതെന്നൊരു വിധേയത്വം. ഇതൊരു പണ്ട് ജന്മിത്വം ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ജന്മികളുടെ വീട്ടിൽ പണിയെടുക്കും, മക്കളെയും അവിടെ തന്നെ. മക്കൾ പുറത്തേക്ക് പോകും, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല, മക്കൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചാലും വിടില്ല. നമ്മൾക്ക് അന്നദാതാവാണ് ഈ ജന്മി, നമ്മൾ ഇവരുടെ കൂടെ ആയിരിക്കണം, ഒരിക്കലും ഇവരെ തിരസ്കരിക്കാൻ പാടില്ല എന്ന് പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഒരു മെൻറ്റാലിറ്റി നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്, ഒരു വിധേയത്വമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവായി, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ആയി. ആ സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ അവരോട് വിധേയത്വം, അവരെ പറ്റിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യണ്ട.
പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക, എന്തെങ്കിലും സഹായം അവർ ആവശ്യപ്പെടുകയാണ് സഹായിക്കുക. പക്ഷേ അവരുടെ കീഴിൽ തന്നെ നമ്മൾ ജീവിതം അവസാനിപ്പിക്കണം എന്നൊരിതില്ല. അപ്പോൾ അതാണ്, അതൊരു തിരിച്ചറിവായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണം, ഏത് ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കണം എന്നതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. മനസ്സിലായി? ഇതൊരു റിലേഷൻഷിപ്പ് ആയാലും ചില സമയത്ത് വീട്ടിൽ ഒരു വിലയുണ്ടാവില്ല. നമുക്കൊരു ആണെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പൊതുവെ കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മിസ്യൂസ് ചെയ്യും. മനസ്സിലായി? അവരത് നമ്മൾ എന്ത് ചെയ്താലും ഇവള് പോകാൻ പോകില്ല, അല്ലെങ്കിൽ ഇവൻ പോകാൻ പോകുന്നല്ലോ എന്ന് മെൻറ്റാലിറ്റി വരും. അപ്പം അങ്ങനെയും ആകാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തിരിച്ചറിവ് വന്നു നിങ്ങൾക്ക്, ഇവിടെ എനിക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ജീവിതം കളയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകണം. പക്ഷേ എങ്ങോട്ട് പോകണം എന്നൊരു ഡിസിഷൻ, നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു ചാടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അതുപോലെ അധികം സമയം സ്പെൻഡ് ചെയ്ത് ആലോചിച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. പക്ഷേ വഴക്കിട്ട് പോകാനോ ഇവിടെ പ്രശ്നമുണ്ടാക്കി പോകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. കാരണം ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ആയില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ നിങ്ങൾ കള്ളത്തരത്തിൽ കൂടെയാണ് ഇവിടെ പോകാൻ പോകുന്നത്. കാരണം പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതുമല്ല, നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് നന്നായിട്ടേ വരുള്ളൂ എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡൗട്ടുണ്ട്. ഈ പാസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ട് പോകണമെന്ന്, പക്ഷേ ആക്ഷനിലേക്ക് അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ വേണം, ഒരു ഗ്രോത്ത് വേണം. ഞാനിപ്പോൾ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പോൾ അത് പറ്റില്ല. ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് തന്നെ പോകാനുള്ള ഒരു ഗ്രോത്ത് എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല എങ്ങോട്ട് പോകണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടും. അപ്പോൾ അതിന് കാരണം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എനിക്കിവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആകുമോ? ഇവിടെ യെസ് ഓർ നോ ആണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഈ സിറ്റുവേഷൻ ബെറ്റർ ആവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ് ആണ് പറയുന്നത്. യെസ് ആണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ഷൈ ആയിട്ടാണ് ഇരിക്കുന്നത്. തീരുമാനമെടുക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ തന്നെ വച്ചിട്ട് വളരെ സീക്രട്ടീവായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത്. അപ്പം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ചോദിക്കാം. എന്താണ് ഇത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇതിനൊരു എൻഡ് ഉണ്ടാക്കണം. നിങ്ങൾ ഇവിടെ ഒരു കോമ ഇട്ടിട്ടല്ല, എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല നിങ്ങളിപ്പോൾ ഉള്ളൊരു സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു സ്ഥലത്തുനിന്ന് മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു വഴി തുറന്നിട്ടിട്ട് പോകരുത്. അപ്പോൾ നമുക്ക് എപ്പോഴും തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേസമയം നമ്മൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ടും അത് ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നമ്മൾ കള്ളത്തരത്തിൽ കൂടെ പഴയ റിലേഷൻഷിപ്പ് എല്ലാം ഓർത്ത്, പഴയ ബന്ധങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മൾ അയ്യോ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയിൽ നിങ്ങൾ പോവുകയാണ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കള്ളത്തരമല്ല, നമ്മൾ സ്നേഹം കൊടുക്കുമ്പോഴും പകുതി പിടിച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ പേടിയോടുകൂടിയാണ്. ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിലും പേടിയാണ്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോകുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യം സംഭരിച്ച് മുമ്പോട്ട് പോകുക എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇതിലും മോശമായിട്ട് നിങ്ങളുടെ ജീവിതം വരാനില്ല. ഇനി നമ്മളുടെ ജീവിതം അത്രയും മോശമാണെങ്കിൽ ഇതിനപ്പുറം ഇനി എന്ത് വരാനാ? അപ്പം നമ്മൾ മുമ്പോട്ട് പോവുക വേണ്ട. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഡിവോഴ്സ് വേണമെങ്കിൽ, മാരീഡ് ആണെങ്കിൽ ഡിവോഴ്സ് എടുത്തിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവാം. അതല്ലാതെ ഇവിടെ അവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ, അപ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി പ്രശ്നമായെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, മുമ്പോട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, കറക്റ്റ് ആവില്ല. കാരണം പുറകിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക്, ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളൊരു റിസ്ക് എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്? യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് ലോകത്തിനെ മുഴുവൻ നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല അല്ലേ? കുറച്ച് പേരെ സന്തോഷിപ്പിക്കാം, പക്ഷെ എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിക്കണ്ട. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പലരുമായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മനസ്സിലായോ? അത് നിങ്ങളെ സംശയിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ ചുറ്റും ഡബിൾ എനർജി. എല്ലാവർക്കും കർമ്മഫലം എന്നൊരു സാധനമുണ്ട്. എല്ലാവരും അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അല്ലാതെ നമ്മളായിട്ട് അവർക്ക് ഫലം കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്കതിനുള്ള കഴിവില്ല. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പം എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകും. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ശരി എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടിട്ട് ഒരു സിറ്റുവേഷൻ, കാരണം നിങ്ങൾ ഈ എല്ലാവരും പ്ലീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരും അതും ഒരു പവറാണ്, മനസ്സിലായോ? എന്നുവെച്ചാൽ എല്ലാവരും എന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കൺട്രോളാണ്. മറ്റേയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതൊരു കൺട്രോളാണ്, പവറാണ്. അത് വേണ്ട, മനസ്സിലായി? അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഡബിൾ എനർജിയാണ്. അപ്പം നമ്മളുടെ ചുറ്റും നെഗറ്റീവ് എനർജീസ് ഉണ്ട്, നമ്മളുടെ ഉള്ളിലും നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും അൺഹാപ്പി ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അൺഹാപ്പിനെസ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും നിങ്ങൾക്ക് പ്ലീസ് ചെയ്യാൻ പറ്റില്ല. അത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അത് നിങ്ങളുടെ കർമ്മഫലമല്ല. നിങ്ങളല്ല കർമ്മഫലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മറ്റുള്ളവർ അനുഭവിക്കുന്ന അവരുടെ കർമ്മഫലമാണ്, മനസ്സിലായോ? നിങ്ങളായിട്ട് അത് കൂട്ടാൻ നോക്കരുത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് കർമ്മഫലം വരും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നിങ്ങളുടെ സന്തോഷം അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ കാപ്രിക്കോൺ, സ്കോർപിയോ, ജെമിനായി, സ്കോർപിയോ, ടോറസ്, ലിബ്ര, Aquarius, Aries, ലിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റീഡിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് മെസ്സേജ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് മെസ്സേജസ് തരും നമ്മളുടെ സ്വപ്നത്തിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. പണ്ട് ചോറ്റാനിക്കര എൻ്റെ മമ്മി ഒരു അമ്മ ഇടയ്ക്ക് ഇങ്ങനെ സമയം നോക്കാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ മമ്മിയോട് ഒരാൾ പറഞ്ഞു, ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയാൽ തുള്ളുന്ന് പറഞ്ഞു, മനസ്സിലായോ? അതുകൊണ്ട് മമ്മി ചെറുപ്പം തൊട്ടേ എന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ദേവിയോട് ഭയങ്കര, എന്ന് വെച്ചാൽ ശിവഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കും, ദേവിയോട് ഭയങ്കര ഒരു ഇതുണ്ട് എനിക്ക്, ഭദ്രകാളി, ദുർഗ. അപ്പോൾ പക്ഷെ എന്നാലും അമ്പലത്തിൽ മമ്മി കൊണ്ടുപോയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. ദേവി ശരിക്കും പറഞ്ഞാൽ ഒരു വൃദ്ധയുടെ രൂപത്തിൽ ഒരു വടിയും കുത്തി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വപ്നത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ നടന്ന കാര്യമാണ് പറയുന്നത്, എന്നോട് പറഞ്ഞു നീ അമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ തുള്ളിയൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഓരോരുത്തരുടെ അവരുടെ സമയം നോക്കിയിട്ട് അവരുടെ ഇതിൽ അതുകൊണ്ടാണ് അതിനകത്തേക്ക് ഞാൻ പെടാത്തതെന്ന് വെച്ചാൽ ദൈവികപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ, ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ദൈവമായിട്ടുള്ള വിശ്വസിക്കുന്ന ശക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ, അതിന് വേറെ ആർക്കും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഗൈഡൻസ്, ഈ തേർഡ് ഐ ചക്ര, പിന്നെ ദൈവത്തിൻ്റെ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ
ദൈവം നമുക്ക് മെസ്സേജ് തരുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. എപ്പോഴും ദൈവവും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ്റെ ആ വഴി തുറന്നിട്ടേക്കുക. വളരെ ഹെൽപ്ഫുള്ളാണ്. വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല കേട്ടോ ഭഗവാനെ. അപ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ ഓറക്കിളാണ്. ഞാനിതങ്ങനെ ആരോടും പറയാറില്ല, പക്ഷെ എന്നാലും നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് മറ്റുള്ളവർക്കും അതിനുള്ള ഒരു ഓക്കെ, ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൽ വിശ്വാസം അധികം ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശ്വാസം വരിക. ഭഗവാനെ ഓക്കെ. ഞാൻ ദേവി മഹാത്മ്യം സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കാനൊക്കെ നമുക്ക് സഹായം തരുന്നത്. എത്ര കഷ്ടപ്പാടിലാണെങ്കിലും എപ്പോഴും നമ്മളുടെ കൂടെ ഒരാളുണ്ട് എന്നൊരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കുള്ള സ്പിരിച്വൽ കാർഡാണ് വരുന്നത്. ഒരു കാർഡ് വീണിട്ടുണ്ട്. നമുക്കിനി നോക്കാം. നിങ്ങളുടെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ ഓറക്കിൾ കാർഡ്സ് ആണ് ഞാൻ നോക്കുന്നത്. 2 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ പ്രോമിസ് ഓഫ് ന്യൂ ലവ് ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളും നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, പക്ഷെ അത് തിരിച്ചറിവിനുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് നന്ദിയാണ്, ബുൾ. അറ്റൈൻ സക്സസ് ത്രൂ സ്പിരിച്വൽ പെർസ്യൂട്ട്സ് ആൻഡ് പേഷ്യൻസ്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടെ അവെയർ ആവണം. അപ്പോഴാണ് അതുപോലെ നിങ്ങൾ ക്ഷമയും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ക്ഷമയുള്ളവരാണെന്ന് നമ്മൾ തന്നെ പറയും, പക്ഷേ നമ്മളുടെ ക്ഷമ ഓരോ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് എന്തോരം ക്ഷമയുണ്ട്, ക്ഷമയില്ല എന്ന കാര്യത്തിൽ. അപ്പോൾ ഇനി നിങ്ങളുടെ ജിപ്സി ഓറക്കിൾ കാർഡ്സാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭഗവാനെ ദേവിയായി മഹാമായി. ഞാൻ അങ്ങനെ ദേവി മഹാത്മ്യെല്ലാം പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ ശിവഭഗവാനോടാണ് കൂടുതൽ പ്രാർത്ഥിക്കുക. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആ ഒരു ദേവിയുടെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. ഞാനത് ഇഗ്നോർ ചെയ്ത പോലെ വളരെ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ഭഗവാനെ നിങ്ങളുടെ എനർജി ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ എന്താണ്? ഒരു വെഡ്ഡിങ് കാർഡ് കാണിക്കുന്നുണ്ട്. പിന്നെ വെയിറ്റിംഗ്. നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? അക്ഷമയോടെ നിങ്ങളുടെ വിവാഹം, അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ്. ഇവിടെ ഒരു പ്രിസൺ കാണിക്കുന്നുണ്ട്. പ്രിസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് ഒബ്സെസ്ഡ് ആയിരിക്കാം. ഈ പേഴ്സണെ കുറിച്ച് ഒബ്സസീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വിവാഹം കഴിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അക്ഷമയോടെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇത് വെഡ്ഡിങ് കാർഡാണ്, മനസ്സിലായോ? എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി വിവാഹം നടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വിവാഹത്തിൽ. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ടതായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ക്വാളിറ്റീസ് ആ പേഴ്സൺ ഉണ്ടാവാം. അപ്പം നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ലായിരിക്കാം, അതുമാവാൻ വഴിയുണ്ട്. എന്നാലും നിങ്ങൾ ഭയങ്കര അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇതിവിടെ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 2 ഓഫ് വാൻഡ്സ്. നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് അത് മുമ്പോട്ട് പോകാനാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്ലാനിങ്. നിങ്ങൾ തീരുമാനം എടുത്ത് കഴിഞ്ഞു, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഒക്കാനുണ്ട്. എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ ഇവിടെ ഒരു കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം അവസാനിപ്പിക്കണം. 10 ഓഫ് സ്വേർഡ്സ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ എന്തോ അറിയാൻ ഇടയായി, അല്ലെങ്കിൽ പോലീസ് കേസിൽ ആൾ പെട്ടിട്ടുണ്ടാവാം. എന്തോ ഒരു കേസിൽ പെട്ടിട്ട് ചിലപ്പോൾ ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോലീസ് കേസിലോ എന്തോ ഒരു കേസ് പെട്ട് ചീത്തപ്പേരായപ്പോൾ അത് നിങ്ങൾ പക്ഷേ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ പേഴ്സൺ ഇനി
നല്ല ആളാണ്, നിങ്ങൾക്ക് യോജിച്ച ആളാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്, പുരുഷനാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം മറ്റുള്ളവരോട്. എന്നാലേ ഈ വിവാഹം നടക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ വാശിയിലായിരിക്കാം. കല്യാണം നടക്കണം. നിങ്ങളുടെ വാശി കൊണ്ട് ഈ വിവാഹം നടക്കുമോ? അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് അവസാനിച്ച പോലെ ആയിരുന്നു, പക്ഷെ നിങ്ങൾ വിടുന്നില്ല ഈ സിറ്റുവേഷൻ, കേട്ടോ. ഇപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഇത്രയും പ്രശ്നമുണ്ടായി, റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് അവസാനിച്ചു, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങൾ ഈ സിറ്റുവേഷൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് ഇത് ശരിയാവില്ല, ഇത് ശരിയല്ല, ഇത് ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടാകും. എന്നാലും നിങ്ങൾ വിടാൻ സ്റ്റബണായിട്ട് ഇതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യണം. ആ പേഴ്സണെ കണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ പേഴ്സണെ നിങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ലൊരു എൻഡ് ആയിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ സിറ്റുവേഷൻ മാറാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഭയങ്കര സ്റ്റബണായിട്ട് ഇതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ചിലർ റിലേഷൻഷിപ്പ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണിക്കും. നടന്നില്ലെങ്കിൽ എന്താ കുഴപ്പം, ഡിവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം എന്നൊരു സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പിലേക്ക് കയറുന്ന ആളുകളുണ്ട്. അവരുടെ കൂടെ നമ്മൾ റിലേഷൻഷിപ്പ് വെച്ചാൽ നമുക്ക് തലവേദനയാവും. കാരണം എന്ന് വെച്ചാൽ അവർ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാമെന്നൊരു മൈൻഡിലുള്ള ആളുകളായിരിക്കാം. മനസ്സിലാവുണ്ട്? അതൊരു ഓപ്ഷൻ അവർ വഴി തുറന്നിട്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് ഭയങ്കര തലവേദനയാവും. ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റബേണായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം നെഗറ്റീവ് കാർഡാണ്. ഒരു കാർഡ് മാത്രമേ പോസിറ്റീവ് വന്നിട്ടുള്ളൂ. ഡെത്ത് കാർഡാണ്. ഇത് അവസാനിച്ചു എന്നാണ് സിറ്റുവേഷൻ. അവസാനിച്ചു ഈ സിറ്റുവേഷൻ. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ വിടാൻ റെഡിയല്ല. നിങ്ങൾ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് മുമ്പോട്ട് പോവില്ല, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ സ്റ്റബേണായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. സ്കോർപ്പിയോ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ടോറസ്, ലിയോ ഒക്കെ വേറെ, സ്കോർപ്പിയോ, സാജിറ്റേറിയസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈ സിറ്റുവേഷനിൽ വ്യത്യാസം വരുത്താൻ, കാരണം നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഈ സിറ്റുവേഷനിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വഷളായ ഒരു സിറ്റുവേഷനാണിത്. പക്ഷെ എന്നാലും നിങ്ങളിത് വിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു യൂണിവേഴ്സൽ ഗൈഡൻസിന് വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? യൂണിവേഴ്സ് നിങ്ങളോട് പച്ചയായിട്ട് പറയാണ്, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് പഠിക്കുക. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങൾ വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരാൾ നിങ്ങളെ അത്രയധികം ഉപദ്രവിച്ചു, അത്രയധികം നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു, ഹ്യൂമിലിയേറ്റ് ചെയ്തു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരു പരിഹാസപാത്രമാക്കി, എന്നിട്ട് ആ റിലേഷൻഷിപ്പ് പോയിട്ടും നിങ്ങൾ അതിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു റെസ്പെക്റ്റ് ഇല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നോക്ക്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, ഇത് നിങ്ങൾക്കറിയാം, ഇത് കുളമാണ്, ഇത് ശരിയാവില്ല എന്ന്.
എന്നാലും നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക, നിങ്ങൾ അൺഹാപ്പിനെസ് ആണ് ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ, ഞാൻ ഹാപ്പി അല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇത് തന്നെ മതി, ഞാൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തേക്കാമെന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? ഏത് സിറ്റുവേഷൻ, ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, എന്നാലും പിന്നെ നിങ്ങൾക്ക് വളരെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും വളരെ കുറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഈ കാർഡ് പറയുന്നതാണ്. അത് വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അൺഹാപ്പിനെസ് ചൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, അപ്പോൾ അതിന് നിങ്ങളത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമാണ് സംഭരിക്കേണ്ടത്. പറയാൻ ഈസിയാണ്, എന്ത് വന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ കോംപ്രമൈസ് ചെയ്തോളാം, ഞാൻ അതിനോടുകൂടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ പല റിലേഷൻഷിപ്പും നമ്മൾ കാണുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾ ഒരു മൂച്ചിന് എന്താ പറയുക, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലത് നല്ലതായിരിക്കും, ചിലത് തെറ്റാണ്. പക്ഷെ എടുത്തു ചാടി നമ്മളൊരു തീരുമാനം എടുക്കരുത്. നമ്മളുടെ ഇമ്മച്യൂർഡായ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരാൽ കഴിയുന്ന പോലെ അവർ നിങ്ങളെ ഇത് പേഴ്സണിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റബണ്ണാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ വരാനുള്ളത് എന്താണോ നിങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ആളാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഫ്യൂച്ചറിൽ. പക്ഷെ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ സഹകരിച്ച് പോകാനാണ് റെഡി. കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ നിങ്ങൾ സ്റ്റബൺ ആണ്, ഇത് തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം സംഭരിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇത് വരും നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾ ചേർത്ത് പിടിക്കും തോറും ആ പേഴ്സൺ ഇനിയും മതിയായിട്ടില്ല നിങ്ങളെ ഉപദ്രവിച്ചിട്ട്. ആ പേഴ്സൺ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അത് മറ്റുള്ളവരുടെ കുറ്റമായിരിക്കില്ല, നിങ്ങളുടെ സ്വന്തം കുറ്റമാണ്. അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ സംഭരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ലിയോ വളരെ സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെയും ലിയോ വന്നിട്ടുണ്ട് ഇവിടെ. ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. സ്കോർപിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വാരിയസ്, സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. കുറേ നാൾ കൂടി കുറേ നെഗറ്റീവ് റീഡിംഗ് ആണ് ഇവിടെ വന്നത്. കുഴപ്പമില്ല, എന്ത് ചെയ്യാനാ. ഭഗവാനെ, ഞങ്ങളുടെ മതത്തിൽ, ഹിന്ദു മതത്തിൽ പറയുന്നത് ദേവിയും ദേവനും എപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പേഴ്സൻ്റെ കൗണ്ടർ പാർട്ട്, ശിവഭഗവാന്റെ പാർവതിയാണ് ദേവിമാർ, വിഷ്ണുവിൻ്റെത് ലക്ഷ്മിയാണ്, ബ്രഹ്മാവിൻ്റെത് സരസ്വതി. ബ്രഹ്മാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഓരോ എനർജിയുടെ കൂടെയും ഒരു ഫീമെയിൽ എനർജി ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവർ പൂർണ്ണമാകുന്നത്, അപ്പോഴാണ് അവർക്ക് പൂർണ്ണമായ ശക്തി കിട്ടുക എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായ? ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ച് വരികയാണ്, അല്ലെങ്കിൽ ഇത് ഓരോന്ന് കേട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അറിവുകൾ കുറേ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും, ലൈക്ക് ചെയ്യുന്നവർക്കും, ഷെയർ ചെയ്യുന്നവർക്കും, കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി. ഞാൻ എപ്പോഴും ഇത് പറയാറില്ല, പക്ഷേ എപ്പോഴും കാരണം അത് വിട്ടുപോകും. നിങ്ങൾക്ക് അറിയാം, അണ്ടർസ്റ്റുഡാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞ ഒരു വിലയില്ല, വെറുതെ അത് ഒരു സ്ക്രിപ്റ്റിൻ്റെ കൂടെ പറയുന്ന പോലെ. ഇത് ഞാൻ പറയുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. വളരെ വളരെ നന്ദി. പിന്നെ എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാനിടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.